തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കേസ് വന്നപ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ മീഡിയക്കാർക്ക് ഒരുമാതിരി കുത്തിക്കഴപ്പ് പരിപാടിയാണ് ഇളക്കി തുടങ്ങിയത്. കാരണം അവർക്ക് തൊപ്പി കേസിലുണ്ടോ, തൊപ്പി പ്രതിയാണോ എന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. യൂട്യൂബർ തൊപ്പി എന്നാൽ പിന്നെ അങ്ങോട്ട് അടിച്ച് വിടാന്നുള്ള രീതിക്കാണ് തുടങ്ങിയ പരിപാടിയായിരുന്നു. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുകയും FIR എടുത്ത് നോക്കിയ സമയത്തും അതുവരെ, അതായത് ഇതുവരെ ഒരു രീതിയിലുള്ള എന്താ പറയുക ഇൻവോൾവ്മെൻറ്റും തൊപ്പിയുടേതായിട്ട് അതിലേക്ക് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ഈ മൊഴിയെടുക്കാൻ വേണ്ടി ചിലപ്പോൾ വിളിപ്പിക്കുമായിരിക്കും. ഓക്കെ, പക്ഷെ അതും വളച്ചൊടിച്ച മീഡിയനോട് എന്ത് പറയണ്ടേ? MDMA പിടികൂടിയ കേസിൽ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ പോലീസ്, ചോദ്യം ചെയ്യാൻ. നമ്മൾ ഈ ഓഫീസറെ വിളിച്ച സമയത്ത് കൃത്യമായിട്ട് കാദർബായി ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞിട്ടുണ്ടായി, മൊഴിയെടുക്കാൻ വിളിപ്പിക്കൽ ചോദ്യം ചെയ്യലും പ്രതിയാവുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവന്മാരിത് പേര് പോലും കൃത്യമായി പഠിക്കാതെയാണോ ഈ പറഞ്ഞ ന്യൂസുകൾ പടച്ചു വിടണത് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ആളുകൾക്ക് കാര്യം മനസ്സിലായി തുടങ്ങും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഒരു ടോപ്പിക്ക്. ആൻഡ് ദ സെക്കൻഡ് ടോപ്പിക് ഫസ്മീന. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസീൻ്റെ കാര്യം, ഇവരുടെ റിലേഷൻ തുടങ്ങി, അത് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്ത് ഇൻ്റർവ്യൂസും കാര്യങ്ങളും അവർ രണ്ടുപേരുടെ വീഡിയോസും സംഗതികളും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ആൻഡ് ഒരു സ്റ്റേജിലെത്തുന്നു, അവർക്ക് എന്തോ അത് വർക്കൗട്ട് ആവില്ല തോന്നുന്നു, തൊപ്പി തന്നെ വന്നിട്ട് അത് റിവീൽ ചെയ്യുന്നു. ആൻഡ് ഒരു മാസീവ് ഹേറ്റ് ഫസീൻ്റെ കമൻറ്റ് ബോക്സിലേക്ക്. ഫസിയെ വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ അവളുടെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് വളരെ വൃത്തിയുടെ ഹേറ്റ്. തൊപ്പി ഫാൻസ് എന്നുള്ളവർ എന്തായാലും ഒരാളുടെ ഫാൻസും ഇത് ചെയ്യില്ലടി, മനസ്സിലായ? ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അയാളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, അയാളുടെ കുറേ കാര്യങ്ങളിൽ നമുക്കൊരു റെസ്പെക്റ്റ് വേണം. ഫാൻസ് അല്ല ഇത് വേറെ കുറേ കുത്തിക്കഴുപ്പ് ടീംസാണ്. എന്താണെങ്കിലും അങ്ങനെ ഒരു ഹെയ്റ്റ് ഫസ്മീനിലേക്ക് മാറി തുടങ്ങിയിരുന്നു. സ്റ്റിൽ അവർക്ക് ആ ഹെയ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. സോ ഫസ്മീനയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, ഈ കേസും പ്ലസ് ഇവരുടെ ഈ റിലേഷൻ്റെ സാധനത്തിൽ അതും കൂടിയാണ് ഡിസ്കസ് ചെയ്തത്. ആദ്യം ഈ News 18 കേരളത്തിൽ വന്ന ന്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അമ്മമാർക്ക് ആരാ എന്തോ ഒന്നുമില്ല, വെച്ച് അടി, ഇതന്നെയാണ് പരിപാടി. ഇതിൽ പറയുന്നത് കേട്ടാ. തമ്മനത്തെ ഫ്ളാറ്റിൽ നിന്നും MDMA പിടികൂടിയ കേസിൽ യൂട്യൂബർ തൊപ്പിയെ ചോദ്യം ചെയ്യാൻ നടപടിക്കൊരുങ്ങുകയാണ് പോലീസ്. തൊപ്പി എന്ന നിഷാദിന്റെ ഡ്രൈവർ ജാബറിൽ നിന്നുമാണ് MDMA പിടിച്ചെടുത്തത്. നിഷാദോ? ആരുടെയും നിഷാദ്? തൊപ്പിയുടെ പേര് നിഷാദ് എന്ന്. മിനിമം ഒരു സാറ്റലൈറ്റ് ചാനലാണ് ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒരു വ്യക്തിക്കെതിരെ കൊടുക്കുമ്പോൾ നിങ്ങൾ അതിന് ഇത്തിരിയെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ? നിഹാദ് എന്നാണോ നിഷാദ്? നിങ്ങൾ നിഷാദ് എന്ന് പറഞ്ഞിട്ട് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവരുടെയും നല്ല പലരുടെയും പ്രശ്നം ഒന്ന് തൊപ്പി, ബാക്കി ഈ സ്ത്രീകളാര്? മനസ്സിലായി? ഇവർ പ്രതികളാണെങ്കിൽ, തൊപ്പി അടക്കം ഈ സ്ത്രീകളടക്കം പ്രതികളാണെന്നുണ്ടെങ്കിൽ അവരുടെ പേരും മുഖവും വെച്ചോ. ആണുങ്ങളത് മാത്രമല്ല പെണ്ണുങ്ങളത് വെക്കണം എന്നുള്ള കൂട്ടത്തിലാണ് ഞാൻ. പക്ഷേ ഇവർ പ്രതികളല്ല. ഓക്കെ, പ്രതികളല്ലാഞ്ഞിട്ടും ഈ പെണ്ണുങ്ങളാരാ? തൊപ്പിയുടെ പേരാ പെണ്ണ് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ കുറേ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോസ് അടിച്ച് കയറ്റി ഇടിച്ച് വിടുന്നുണ്ട്. പിന്നെ കുറേ എണ്ണം ഇസ്ലാമോഫോബിയ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, തമ്മിലും സാധനങ്ങളൊക്കെ വയ്ക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇനി ആ വീഡിയോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. നർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് തൊപ്പിക്കെതിരെ കുറേ എണ്ണം വീഡിയോ പടച്ചു വിടുന്നത്. എന്താണെങ്കിൽ അതൊക്കെ ഒരു സൈഡിൽ അങ്ങനെ നടക്കും. ഇനി ഫസ്മീനയുടെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇത് അവരവരുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ തന്നെ ഇട്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അവരിതിടാൻ കാരണം 3 സ്ത്രീകൾ തൊപ്പിയുടെ കൂടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഈ ഫസിയാണ് എന്നുള്ള രീതിയിൽ കുറേ പേര് ഫസ്മിക്ക് കമൻറ്റ് ചെയ്തിരുന്നു. ആൻഡ് പ്ലസ് എനിക്ക് തോന്നുന്നത് അവർ പേഴ്സണലി മെസ്സേജ് അവരുടെ വീട്ടിലൊക്കെ വിളിച്ചിരുന്നതാണ് ഫസ്മിനെ പറയുന്നത്. നോക്കാം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ എൻ്റെ നിവർത്തികേട് കൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ഞാൻ ഒരിക്കലും ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ഇന്നലത്തെ കേസ് അറിഞ്ഞിട്ടുണ്ടാവും. തൊപ്പി ലഹരിയുടെ കേസിൽ ഒളിവിലാണ്. അപ്പം അതിൻ്റെ ഒപ്പം 3 പെൺകുട്ടികൾ കൂടിയുണ്ട്. അപ്പം അവരും ഒളിവിലാണെന്നുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ആ 3 പെൺകുട്ടികളിൽ ഞാനില്ല, എനിക്ക് ആ കേസായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ വീട്ടിലോട്ടൊക്കെ കുറേ പേര് വിളിച്ച് അതും ഇതും പറഞ്ഞ് വെറുതെ എൻ്റെ വീട്ടുകാർക്കും കൂടെ ടെൻഷൻ കൊടുത്തിട്ടുണ്ട് ഒരാവശ്യമില്ലാണ്ട്. ഞാൻ ആ കേസിൽ ഇല്ല. പിന്നെ ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയെന്ന് വേറെ കുറേ ആൾക്കാർ പറയുന്നത്. അപ്പം ഞങ്ങൾ കണ്ടന്റിന് വേണ്ടി ബ്രേക്കപ്പ് ആയതല്ല, ഞങ്ങൾ ഒറിജിനലി റിലേഷൻ നിർത്തിയതാണ്. ഞങ്ങൾ ജൂലൈയിലാണ് റിലേഷൻ നിർത്തുന്നത്. പിന്നെ എന്തുകൊണ്ട് അതിനെപ്പറ്റി ഇത്രയും നാളായിട്ട് സംസാരിച്ചില്ലെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒരു റിലേഷൻ നിർത്തുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് കരി തേച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഓപ്പോസിറ്റ് ആൾ എന്ത് ചെയ്തോട്ടെ, അതെന്നെ ബാധിക്കുന്നതല്ല. പക്ഷെ ഞാൻ പഠിച്ചിടത്തോളം
എനിക്ക് വെറുതെ ഒരാളുടെ കുറ്റം പറയാൻ വന്ന് വലിച്ചു കീറുക എനിക്ക് ഈ പരിപാടി നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്തത്. അല്ലാണ്ട് എനിക്ക് പറയാൻ റീസൺസ് ഇല്ലാത്തതുകൊണ്ടോ എനിക്ക് സംസാരിക്കാൻ ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പിന്നെ എൻ്റെ കമന്റ് സെക്ഷനിൽ വന്ന ആൾക്കാർ പറയുന്നുണ്ട് റീച്ചിന് വേണ്ടി നിന്ന് അതാണ് ഇതാണ്. റീച്ചിന് വേണ്ടി ആണെങ്കിൽ എനിക്ക് ബ്രേക്കപ്പ് ആയിട്ട് ഇന്റർവ്യൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാമായിരുന്നു, എന്തൊക്കെ ചെയ്യാമായിരുന്നു. എനിക്ക് ഒരു റീച്ചും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇതിപ്പോൾ ഈ കേസ് നടക്കുന്നതുകൊണ്ട് എൻ്റെ പേരും കൂടെ വരുന്നുണ്ട്, ഞാനും കൂടെ ഉണ്ട് ഒളിവിൽ, അങ്ങനെ ഇങ്ങനെയെന്ന് വന്നുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഓനായിട്ട് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ ജൂലൈയിൽ ബ്രേക്കപ്പ് ആയതാ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓൻ്റെ ലൈഫ്, എനിക്ക് എൻ്റെ ലൈഫ്, ഞാൻ അതിൽ ഇടപെടാൻ പോകുന്നില്ല. അപ്പം സത്യം എന്താണെങ്കിൽ അത് തെളിയട്ടെ, അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഈ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കും നിങ്ങൾ. ഓൾറെഡി ഓക്കെ റിലേഷനും കാര്യങ്ങളും ആയിരുന്നു. ഇവർ തന്നെ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഔട്ട് ചെയ്തിട്ട് പബ്ലിക്കിൽ ഇവർ ആ റിലേഷനായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്തതുമാണ്. ഒരു സർട്ടൻ പോയിന്റിലിടയിൽ ബ്രേക്കപ്പ് ആവും. ഓക്കെ, അതും കണ്ടന്റിന് വേണ്ടിയിട്ടാണ്, ഫേക്ക് ആണെന്നൊക്കെ വിചാരിക്കുന്നവരോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ഫസ്മിന തൊപ്പി ബ്രേക്കപ്പിൽ ഒരു വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൺകുട്ടി കടന്നു പോകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാം, തൊപ്പി കടന്നു പോയിരുന്നൊരു സിറ്റുവേഷൻ എനിക്ക് പേഴ്സണലി രണ്ടുപേരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. സോ അവർക്കത് വർക്കൗട്ട് ആയില്ല, അവർ മാറി. അതും കണ്ടന്റാന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് ചിലപ്പോൾ തൊപ്പിയുടെ കേസ് വന്നപ്പോൾ 3 സ്ത്രീകൾ അപ്പോൾ അതിലൊന്ന് ഫസിയായിരിക്കും എന്ന് വിചാരിച്ചു. വീട്ടിലൊക്കെ ഒന്ന് വിളിക്കുന്നവൻ്റെ ഗതികേട് നിങ്ങൾ ആലോചിച്ചു, ആ ഒരു മൈൻഡ് നിങ്ങളൊന്ന് ആലോചിച്ചു. ഇത് അനുഭവിച്ചിട്ടുണ്ട്, ഞാനടക്കം കുറേ പേര് അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ അന്ന് എൻ്റെ കാറിൻ്റെ ബാക്കിൽ ലോറി കൊണ്ടുവന്നിടിച്ച സമയത്ത് ഞാൻ അനുഭവിച്ചു. എൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് സായി ആണോ ഡ്രൈവ് ചെയ്തേ, സായി അല്ലേ ഡ്രൈവ് ചെയ്തേ, സായി ഓവർ സ്പീഡ് ആയിരുന്നു, സായിയുടെ വണ്ടിയിൽ ആരൊക്കെ ഉണ്ട്, ഞാനും സ്നേഹിയും ജിത്തുബായും നന്ദനയും നിഷ എല്ലാവരും ഉണ്ട്. എന്നിട്ടടക്കം സായിയുടെ കൂടെ ഏതോ പെൺകുട്ടി, ആരും പെൺകുട്ടി, എൻ്റെ പെണ്ണുള്ളത് എൻ്റെ ഫ്രണ്ടും എൻ്റെ ഭാര്യയും അല്ലേ. കുറേ എണ്ണങ്ങളുണ്ട്. അതായത് നമ്മുടെ കൂട്ടക്കാരും കുടുംബക്കാരും നാട്ടുകാരനെ എന്നാ നമ്മളെ പുഴുക്കുത്തണം. അതിന് വേണ്ടി നമ്മളെ വീട്ടിലേക്ക് വിളിക്കും. വീട്ടുകാർ ബേജാറാവില്ലേ? അതേ ഏർപ്പാട്. കഷ്ടം. പിന്നെ ഫസീൻ്റെ കേസിൽ കുറേ പേര് എനിക്ക് മറ്റേ കുറേ കമൻസും വീഡിയോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ആപ്പ്, ഇല്ലീഗൽ ആപ്പിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. അതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ അതിൽ താല്പര്യമില്ല. പക്ഷേ ഒരാൾ ഒരു റിലേഷൻ ബ്രേക്ക് ആയതിന്, അത് എസ്പെഷ്യലി ഒരു ലേഡി ഇത്രത്തോളം സഫർ ചെയ്യണമെന്നുള്ളൊരു ചോദ്യം ഞാൻ അഗെയിൻ ചോദിക്കും. കാരണം അത്രയും ടോക്സിക് കമൻറ്റ് ബോക്സാണ്. ആൻഡ് പ്ലസ് ഇങ്ങനൊരു കേസ് ചിലർ ഇതും കമൻറ്റ് ചെയ്യുന്നുണ്ട്, തൊപ്പി പെട്ടപ്പോൾ നിനക്ക് സന്തോഷമായോ, തൊപ്പി പെട്ടപ്പോൾ നിനക്ക് സന്തോഷമായി കാണും. ഒരു ഡാൻസിൻ്റെ വീഡിയോനെ അടിയിലിട്ടെ, നീ ഡാൻസ് കളിക്കുന്നത് തൊപ്പി പെട്ട സന്തോഷം കൊണ്ടല്ലേ. ഏത് തൊപ്പിയുടെ കേസ് വരുന്നതിന് മുന്നിട്ട വീഡിയോ, അതിന് അതിനടിയും പോയിട്ട് എടീ എന്തിൻ്റെ കഥയാണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ഇമാതിരി ടോക്സിക് മെൻറ്റാലിറ്റിയുള്ള ആളുകൾക്ക്. പക്ഷെ ദയവ് ചെയ്ത് എൻ്റെ വീട്ടുകാരെയോ എന്നെയോ വിളിച്ചിട്ട് വെറുതെ ഞാൻ കേസിലുണ്ടോ, ഞാനും ചേർന്നിട്ടുള്ള പ്ലാനാണോ, അങ്ങനെ ഇങ്ങനെ പറയരുത്. ഓക്കെ, അപ്പം എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ബ്രേക്കപ്പ് ആയിട്ട് എന്തുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചില്ല, എന്തുകൊണ്ട് ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ വന്നിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള ഈ ഒരൊറ്റ കാര്യമാണ്, എനിക്ക് തീർന്നു പോയ കാര്യം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്ത് റീസൺ ആണെങ്കിലും എനിക്കത് നിങ്ങളുടെ അടുത്ത് വന്ന് വിളിച്ചു പോയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് ഞാൻ റീസൺ പറഞ്ഞാലും ആർക്കും ഒന്നും ചെയ്യാനില്ല. കാരണം അത് നിർത്തി എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനം ആസ് ഇൻ എനിക്കിനി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, ഇറ്റ്സ് എഫക്റ്റിംഗ് മൈ മെൻ്റൽ ഹെൽത്ത് എന്ന് തോന്നിയോണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളാണെങ്കിലും നിങ്ങൾക്കൊരു റിലേഷൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അത് നിർത്തണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിർത്തും. അവിടെ നിങ്ങളെ വന്ന് ആരും പൊങ്കാല ഇടത്തില്ല, എന്തുകൊണ്ട് നിർത്തി, എന്തുകൊണ്ട് നീ തേച്ച്, അങ്ങനെ ഒരു ടോക്ക് വരത്തില്ല. ഒരാൾക്ക് ഒരു റിലേഷൻ പറ്റിയില്ലെങ്കിൽ അത് നിർത്തുക. അതിലിപ്പോൾ എന്താ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ തെറ്റിയായിട്ട് എനിക്ക് തോന്നില്ല. ബിക്കോസ് ഐ ഹാവ് മൈ റീസൺ, ഐ ഹാവ് മൈ വാലിഡ് റീസൺസ്. അതെനിക്ക് പറയാൻ താല്പര്യമില്ല. അപ്പം അത്രേ ഉള്ളൂ. ദയവ് ചെയ്ത് ഇനി കേസ് ബന്ധപ്പെട്ടിട്ട് എന്നെ ആരും വിളിക്കുകയോ എന്നോട് അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യരുത്. എനിക്ക് ഓൻ്റെ ലൈഫായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, അപ്പം ഇത്രേ പറയാനുള്ളൂ. ശരി. അവരുടെ പേഴ്സണൽ തിങ് ആണ് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പുറത്ത് പറയണോ വേണ്ടേ എന്നുള്ളത്. സോ ഓബിയസ്ലി കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ വ്യൂവർഷിപ്പോ ചോദിക്കാനുള്ളൊരു റീസൺ എന്താണ് നിങ്ങളുടെ ബ്രേക്കപ്പ് റീസണിൽ ചോദിക്കാൻ കാരണം, റിലേഷനിലായ സമയത്ത് വന്ന ഇൻ്റർവ്യൂസ് അതിന് കിട്ടിയ ഒരു ഇമ്പോർട്ടൻസും വൈറാലിറ്റിയും ഒക്കെയാണ്. ഒരു വൈറൽ ഫാക്ടർ അതിനകത്തുണ്ടായിരുന്നു. സോ ഓബിയസ്ലി അത് ബ്രേക്ക് ആകുമ്പോൾ പബ്ലിക്കായിട്ട് നിങ്ങളുടെ റിലേഷൻ അനൗൺസ് ചെയ്ത് അത് കൊട്ടിഘോഷിച്ചതല്ലേ.
സോ നിങ്ങൾക്ക് പബ്ലിക്കായിട്ട് തന്നെ പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ള ചോദ്യം, നിങ്ങൾ അത് കോണ്ടന്റ് ആക്കി വിറ്റതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇത് വിറ്റൂടെ എന്നുള്ളൊരു ചോദ്യം വ്യൂവർഷിപ്പ് ചോദിക്കും, കമൻറ്റ് ബോക്സ് ചോദിക്കും. അത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലീറ്റ് തെറ്റ് ഞാൻ പറയില്ല. പക്ഷേ ഇവർ വന്ന് പറയുകയാണ്, എനിക്കിത് പറയാനേ താല്പര്യമില്ല, അത് ഞങ്ങൾ ചെയ്തു, ദാറ്റ്സ് ഫൈൻ. ഇത് പറയാനേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അത് റെസ്പെക്ട് ചെയ്യണം. പറയണ്ട, വിട്ടേക്ക്, വേറെ എന്ത് ചെയ്യാൻ, മനസ്സിലായോ? ഒന്നും ചെയ്യാനില്ലടേ. പിന്നെ ചോദിക്കേണ്ടവർക്ക് ചോദിച്ചുകൊണ്ടിരിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടുപേർക്കും വലിയ സീൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ചില റിലേഷൻസ് കാണാം നമുക്ക്, പിരിയുമ്പോഴത്തേക്ക് ഒരാൾ ഭയങ്കരമായിട്ട് സഫർ ചെയ്ത് കാണും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ടോക്സിക് കംപ്ലീറ്റ് ഒരു അടിപ്പിട്ടി ഇത് അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു നോ, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ കുറച്ച് സമയം, ആ സമയത്തിനകത്ത് രണ്ടുപേരും ഓക്കെ ആയിട്ട് മൂവ് ഓൺ, അവരുടെ കോണ്ടൻ്റായിട്ട് മൂവ് ഓൺ ചെയ്തു എന്നുള്ളത് ഒരു ബെറ്റർ തിങ് ആണ്. ഓക്കെ. ആൻഡ് ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, ഇപ്പോൾ ഫസി പറയുന്നൊരു കേസുണ്ട്, ഈ പറഞ്ഞ കോണ്ടന്റിന് വേണ്ടി, ഫെയിമിന് വേണ്ടി തൊപ്പിന് അങ്ങനെ വീണ്ടും ഈ ലേഡിയോട് പോയി ചോദിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇവർക്കിത് ഇവരുടെ റിലേഷൻ അനൗൺസ് ചെയ്ത് അതൊരു കോണ്ടന്റ് ആക്കാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്കപ്പ് എന്നുള്ളത് കുറച്ചുകൂടി വലിയ കോണ്ടന്റാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ നോക്കിക്കോ, ഒരു ലേഡി ഒരു ബ്രേക്കപ്പിൽ നിന്ന് വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ലേഡിക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് വരും. പക്ഷേ ഗ്രോയിങ് സ്റ്റേജ്, ഒരു കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ, മാസങ്ങൾ മാറുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഹെയ്റ്റ് ഷിഫ്റ്റ് ടുവേർഡ്സ് എ മാൻ. അതാണ് ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫസിക്ക് വേണമെന്നുണ്ടെങ്കിൽ വളരെ തൊപ്പി എന്ന് പറഞ്ഞ ആൾക്ക് മാസീവ് ഹെയ്റ്റ് ഉണ്ട്. ഫസി പറയുന്ന പോലെ ഫസിക്ക് എന്താ റീസണോ കാര്യങ്ങളോ തുറന്ന് പറഞ്ഞ് ഫെയിം ആവാമായിരുന്നു. പക്ഷെ അത് അവരുടെ ക്യാരക്ടർ അവർ ചെയ്തില്ല, അവർക്ക് ആവശ്യമില്ല, അതിലൂടെ അവർക്കൊന്നും വേണ്ട. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് അവർക്ക് എന്ത് വേണ്ട, തൊപ്പിയുടെ ഫെയിമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ കൂടെ നിന്ന സമയത്ത് ഒരു വിസിബിലിറ്റി കൂടുതൽ കിട്ടിക്കാണും, അതിലിപ്പോൾ എന്ത് പറയാൻ, ഒരു തെറ്റ് പറയാനുമില്ല. കാരണം രണ്ടുപേരും അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്, ഒരാൾ കുറച്ച് ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ആളാണ്. സോ ആ ഹൈപ്പ് ക്യാരി ഫോർവേഡ്സ്, ഇപ്പുറത്തേക്ക് വരാതിരിക്കുന്നില്ല. ആ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഹൈപ്പും വൈറൽ എലമെൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ടോക്സിക് സാധനവും കയറിയിട്ടുണ്ട്. അത് ഫസി ഇപ്പോൾ സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വീട്ടിലേക്ക് അടക്കം വിളിച്ചിട്ട് തൊപ്പി കേസിന് നിങ്ങളുടെ മകളുണ്ടോ എന്നുള്ള ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നത്. അട്രോഷ്യസ് പരിപാടിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, അൺടിൽ അൺലെസ് അവൻ്റെ കേസ് എങ്ങനെയാണെന്നുള്ളതൊന്ന് പ്രോപ്പറായിട്ട് വന്നിട്ട് അവൻ പറയണതിൽ പുറത്തറിയട്ടെ, ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട്. ഓക്കെ. പിന്നെ ഈ ഇതിൽ 3 പെണ്ണുങ്ങളുണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആ പെണ്ണേതാന്ന് തപ്പിപ്പോകുന്നവരോടൊന്നും പറയാനില്ലേ, അവരും പ്രതികളല്ല, മനസ്സിലായ? പിന്നെ ഇനിയിപ്പോൾ പെണ്ണ് ഏതാണെന്നൊന്നും അറിയണ്ട, ഓൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടായിരുന്നു, ഇന്ന് ഓളതിൽ കാണും എന്ന് പറയുന്ന എന്ത് നാട്. എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ നടക്കും, ഉളുപ്പില്ലായ്മയുടെ എൻഡ്. അതാണ് പറയാനുള്ളത്.